ഫ്രണ്ട്സ്. അപ്പം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നില്ലേ? അപ്പം ഞങ്ങളും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ശനിയാഴ്ചയാണ്. അപ്പോൾ രാവിലെ തന്നെ മനു ജോലിക്ക് പോയി, ഞാനും അല്ലൂട്ടിയും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പം ഈ സാറ്റർഡേ സൺഡേസിലൊക്കെ ഞങ്ങൾ ലേറ്റായിട്ട് എഴുന്നേൽക്കാറുള്ളൂ. 8 മണിയൊക്കെ കഴിയും. എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ 8-8:30 ആവും. 8:30 ആയില്ല, 8 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി കൊടുത്തു അല്ലൂട്ടിക്ക്. ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി കഴിച്ചു, അത് മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങി. തലയൊന്നും വാഷ് ചെയ്തില്ല, അതൊക്കെ വൈകിട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇറങ്ങിയിരിക്കുക. അപ്പോൾ ഇന്ന് എനിക്ക് വലിയ പണികളൊന്നും ഇല്ലാത്ത ദിവസമാണ്, കാരണം എൻ്റെ കൈ വയ്യാതിരിക്കുവാണ്. എന്താണെന്ന് എനിക്കറിയാം, തമ്പ് തൊട്ട് ഇങ്ങോട്ട് ഭയങ്കര വേദന. ഈ വിരൽ മൊത്തത്തിൽ പറഞ്ഞാൽ കൈപ്പത്തി മൊത്തം വേദനയാണ്. 2-3 ദിവസം കൊണ്ടേ വേദനയാണ്. അപ്പോൾ എനിക്ക് വലിയ പണികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോഴത്തേക്കിനും ഭയങ്കര വേദന. അപ്പോൾ ഞാൻ കരുതി ഇപ്പോൾ ഇന്ന് വലിയ പണികളൊന്നും ചെയ്യുന്നില്ല. ചെറിയ എന്തെങ്കിലുമൊക്കെ ഉച്ചയ്ക്കത്തേക്കിന് എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കണം, ചോറും കറിയും വെക്കണം. പിന്നെ ചെറിയ എന്തെങ്കിലുമൊക്കെ പണികൾ. അല്ലുവിനെ ഇന്നൊന്ന് പഠിപ്പിക്കണം. നമുക്ക് എക്സാമാണ്, 3-ാം തീയതി തൊട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം മോളെ ഒന്ന് പഠിപ്പിക്കണം. പിന്നെ ചെറിയ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കരുതി അതൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുക്കാമെന്ന് കരുതിയേ. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയൊക്കെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കാം. ഇന്നൊരു ദിവസം ഫുൾ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം. അപ്പം നമുക്ക് കാണാം. ആദ്യം തന്നെ നേരെ ഞാൻ വീടടിച്ചു വാരി തൂക്കാൻ പോയേ. വീട് തൂത്ത് കഴിഞ്ഞതിന് ശേഷം മുറ്റമൊന്ന് തൂക്കണമെന്ന് കരുതിയതാണ്, പക്ഷേ നടന്നില്ല. ആ മഴ എന്നെ ചതിച്ചു. ഞാൻ വീട് തൂത്തുകൊണ്ട് നിൽക്കുമ്പോഴൊക്കെ നല്ല വെയിലുണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണ് ആദ്യം ഞാൻ വീടിനകമൊക്കെ തൂത്ത് വൃത്തിയാക്കാമെന്ന് കരുതിയത്. പക്ഷേ ഇത് കഴിഞ്ഞ് ചെന്നപ്പോഴേക്കും നല്ല മഴ. അല്ലൂട്ടി നിന്ന് മഴയത്ത് കളിക്കുന്ന കണ്ടാണ് ഞാൻ ഇറങ്ങി ചെല്ലുന്നത്. പെരുമഴയാണ്. എനിക്ക് അലക്കിയിട്ട തുണികളൊന്നും ഉണങ്ങത്തില്ല. എനിക്ക് നല്ല പണി കിട്ടിയിരിക്കുകയാണ്. ഒരാഴ്ച കൊണ്ട് അലക്കിയിട്ട ഒരു തുണികളും ഉണങ്ങുന്നില്ല. അങ്ങനെ കുറച്ച് നേരം മഴയൊക്കെ കണ്ടു നിന്ന ശേഷം അല്ലൂട്ടിയും ഞാനും കൂടി പഠിക്കാനിരുന്നേ. 3-ാം തീയതി അവൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണേ. ഞാൻ പഠിക്കാൻ വിളിച്ചാലല്ലാതെ അവൾ പഠിക്കാനിരിക്കത്തില്ലെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് ടൈം ഒക്കുമ്പോഴാണ് ഞാൻ അവളെ പഠിക്കാനിരുത്തുന്നത്. പഠിക്കാൻ വിളിക്കുന്നതിന് ഒരു കരച്ചിലും ബഹളവും പാഴാങ്കം പറച്ചിലും ഒക്കെ കഴിഞ്ഞിട്ടാട്ടോ ആൾ പഠിക്കാൻ വരാറുള്ളത്. ഇന്നെന്തായാലും വലിയ കുഴപ്പമില്ലാതെ തന്നെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ കരഞ്ഞ് മുഖമായിട്ട് ആൾ പഠിക്കാനിരിക്കുന്നത്. പഠിക്കാനൊന്നും വലിയ കുഴപ്പമില്ല, പക്ഷേ വല്ലാത്ത മടിയാണ് അവൾക്ക്. അതങ്ങനെ എൻ്റെ മോളല്ലേ എന്നാണ് മനു ചോദിക്കുന്നത്. അവൾക്ക് ഭയങ്കര മടിയാണ് പഠിക്കാനായിട്ട്. ഈ 1-ാം ക്ലാസ്സുകാർക്കൊക്കെ എന്തല്ലേ പഠിക്കാനുള്ളത്, കഷ്ടം തന്നെ. എനിക്ക് ഇതൊക്കെ പഠിപ്പിക്കുമെങ്കിലും എനിക്ക് വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. ഇത്രയൊക്കെ ഈ കുഞ്ഞ് എങ്ങനെ പഠിച്ചെടുക്കുമെന്ന്. അത്രയ്ക്കൊക്കെ പഠിച്ചെടുക്കാനുള്ള ഐക്യം അവർക്ക് ഉണ്ടോയെന്ന് തന്നെ എനിക്ക് തോന്നിപ്പോവും. പിന്നെ വിഷമം തോന്നിയിട്ട് എന്താ കാര്യം, എല്ലാവരും പഠിക്കുന്നതല്ലേ, പഠിച്ചെങ്കിലല്ലേ പറ്റൂ. പഠിക്കാനൊന്നും ആൾ വലിയ കുഴപ്പമില്ല, പക്ഷേ മടിയാണ്, ഭയങ്കര മടിയാണ്. ഞാൻ വിളിച്ചാൽ എന്തോ വലിയ കാര്യം ചെയ്യാൻ പോകുന്ന പോലെ വിഷമിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞ് വിളിച്ചൊക്കെയാണ് വരുന്നത്. കാരണം വേറൊന്നുമല്ല, പഠിക്കാനിരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ തെറ്റും. ഞാൻ ചെറിയ 2 അടിയൊക്കെ കൊടുക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കും അവൾക്ക് ഇത്ര പേടി. പിന്നെയാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും, അമ്മയെ തീരാറായോ, ഇനി എത്ര ഉണ്ട്, ഇനി തോനെയുണ്ടോ, ഇനി കുറച്ചുകൂടി ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കേ. അവസാനം കഴിയാറാകുമ്പോഴുള്ള സന്തോഷത്തിലുള്ള കഥ പറച്ചിലാണ് ഇത്. അതിനുശേഷം നേരെ ഞാൻ പോയി ഉള്ളിയൊക്കെ റെഡിയാക്കി ഒക്കെ വെക്കാൻ പോയി കേട്ടോ. ഞാൻ കരുതി ഉച്ചയ്ക്ക് കൈവയ്യാതിരിക്കുന്നത് കൊണ്ട് വളരെ ലൈറ്റായിട്ടൊരു ലഞ്ചാക്കാമെന്ന് കരുതി. അങ്ങനെ ചോറെടുത്ത് തിളപ്പിക്കാൻ വെച്ചു. പിന്നെ ഒരു മുട്ട പൊരിക്കാം, ചമ്മന്തി ഉണ്ടാക്കാം. ഇതായിരുന്നു എൻ്റെ മനസ്സിലെ പ്ലാൻ. പിന്നെ ഫ്രിഡ്ജിൽ അവിയലിരിപ്പുണ്ട്, തലേ ദിവസത്തെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ തട്ടിക്കൂട്ടി അങ്ങ് പോകാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ഉള്ളി നന്നാക്കി വെക്കുന്നുണ്ട്. പിന്നെ തേങ്ങ ചിരകിയത് എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോക്ക് കാണും. എനിക്ക് തേങ്ങ തിരുങ്ങുന്നതാണ് ഏറ്റവും മടിയുള്ള ഒരു ജോലി. അടുക്കള ജോലികളിൽ എനിക്കൊരു മടിയുള്ളൊരു ജോലിയാണ് തേങ്ങ തിരുങ്ങുന്നത്. അപ്പം ഞാൻ എപ്പോഴും തേങ്ങ ഇങ്ങനെ ചെരുകി ഇങ്ങനെ വെച്ചിരിക്കും. അപ്പോൾ പിന്നെ സ്റ്റോക്ക് എപ്പോഴും എൻ്റെ കയ്യിൽ കാണും, തേങ്ങ ചിരകിയത്. അതുകൊണ്ട് ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ട് കുറച്ച് നേരം അല്ലൂട്ടിയുടെ കൂടെ പോയി TV ഒക്കെ കണ്ടിരിക്കാമെന്ന് കരുതി ഞാൻ വേഗം തന്നെ ആ പണികളൊക്കെ അങ്ങ് ചെയ്തു വെക്കാൻ കയറിയതാണ് കേട്ടോ. ഇതിനിടയിൽ അല്ലൂട്ടി വന്ന് എന്തൊക്കെയോ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അതെപ്പോഴും അങ്ങനെ അവൾ ഓടി വരും ഓരോന്ന് പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ ഞാൻ കുറച്ച് പണികളൊക്കെ ഒതുക്കി നിന്നപ്പം അമ്മ വിളിച്ചു പറഞ്ഞു അമ്മയുടെ കൂടെ ഒന്ന് കടയിൽ വരെ പോകണമെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഒരു അമ്മയുടെ കൂടെ കടയിലൊക്കെ ഒന്ന് പോയിട്ട് വരാൻ പോകണം. ഇപ്പോൾ സമയം ഒരു 12 മണിയായിട്ടുണ്ടേ. അപ്പം പോയിട്ട് വരട്ടെ. അങ്ങനെ ഞാൻ ഷടപടേ എന്നുള്ളൊരു റെഡി ആവലായിരുന്നു കേട്ടോ. കാരണം അമ്മ വിളിച്ചിട്ട് തന്നെ കുറച്ച് നേരമായി, ഒരു 12 മണിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ പോയിട്ടൊക്കെ വന്നിട്ടുണ്ടേ. ഇപ്പോൾ തന്നെ ഒരു 2 മണി കഴിഞ്ഞു. എനിക്ക് നല്ല വിശപ്പ്.
അല്ലൂട്ടിക്ക് വിശക്കുന്നൊന്നും ഇല്ലെന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് ഭയങ്കര വിശപ്പ്. അപ്പം ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. തേങ്ങ എല്ലാം ഇരിപ്പുണ്ട്, പിന്നെ ഉള്ളി പച്ചമുളക് എല്ലാം ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടല്ലേ പോയത്. അപ്പോൾ ഇനി വലിയ പണിയൊന്നുമില്ല, എന്നാലും അതൊക്കെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് ചോറ് കഴിക്കാം. ഇനി എനിക്ക് കൈ വയ്യാത്തതുകൊണ്ട് വലിയതായിട്ട് ഞാൻ വേറെ കറിയൊന്നും വെച്ചിട്ടില്ല. നമുക്ക് ഇന്നൊരു ചമ്മന്തി, മുട്ട പൊരിച്ചത്, ഓടിച്ചെന്ന് പിന്നെ ചമ്മന്തി പിക്കിളൊക്കെ അരയ്ക്കാൻ ഉണ്ട്. അതൊക്കെ കൂട്ടി നോക്കിയപ്പോഴാ ചോറ് കഴിക്കാം. കറണ്ടില്ല. എന്നിട്ട് ഈ ഇരിക്കാൻ കറണ്ട് വേണ്ടി പോയത് ഞാൻ എനിക്കൊരു എല്ലാം 8ൻ്റെ റെഡിയാക്കട്ടെ. പണിയായിരുന്നു കേട്ടോ. ഒരു 2 മണിക്കൂറോളം കാത്തിരുന്നിട്ട് കറണ്ട് വന്നിട്ടില്ല. അവസാനം ഞാൻ കരുതി നല്ല വിശപ്പ് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ ഉള്ള കറികളൊക്കെ കൂട്ടി ഒരു മുട്ട പൊരിച്ച് ചോറ് കഴിക്കാമെന്ന്. അങ്ങനെ പിന്നെ മുട്ട പൊരിക്കാൻ നിന്ന് കേട്ടോ. കറണ്ട് എനിക്ക് വല്ലാത്തൊരു പണിയാണ് തന്നത്. ഞാൻ ഉണ്ടമുളകൊക്കെ വെച്ചിട്ട് ചമ്മന്തി അരച്ച് ചോറ് കഴിക്കാമെന്ന് സത്യം പറഞ്ഞാൽ കരുതിയിരുന്നായിരുന്നു. നല്ല ചൂട് ചോറും ഉണ്ടമുളക് വെച്ച് അരച്ച ചമ്മന്തിയും മുട്ട പൊരിച്ചത് മാത്രം കൂട്ടി കഴിച്ച ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. പണ്ടൊക്കെ ചോറ് കൊണ്ടുപോകുമ്പോൾ, സ്കൂളിൽ ചോറ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പം ഉള്ള ആ ഒരു വൈബൊക്കെ ഓർത്തിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെയല്ലോ നമുക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങൾ കിട്ടാറുള്ളൂ. അല്ലാത്ത ദിവസം ഇപ്പം മനുവൊക്കെ നിൽക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു നൊസ്റ്റാൾജിയയിലോട്ടൊക്കെ തിരിച്ചു പോകാമെന്ന് കരുതിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനൊരു പ്ലാൻ ചെയ്തത്. പക്ഷേ അത് ഫ്ലോപ്പായി പോയില്ലേ. കറണ്ട് പോയതുകൊണ്ട് എൻ്റെ ആ ഒരു പ്ലാൻ നടന്നില്ല. അവസാനം ഞാൻ പിന്നെ എത്ര നേരമെന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യുന്ന, നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയത്തില്ല, ഭയങ്കര വിശപ്പായിരുന്നു എനിക്ക്. രാവിലെ ഞാൻ ലൈറ്റായിട്ടേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടായിരിക്കാം നല്ല വിശപ്പായിരുന്നു. പിന്നെ മുട്ട പൊരിച്ചെടുത്തു. 2 മുട്ട മതിയല്ലോ എനിക്കും അല്ലൂട്ടിക്കും. അല്ലൂട്ടിക്കാണെങ്കിൽ മുട്ടയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് മുട്ട പൊരിക്കുന്നതിനെക്കാട്ടി മുട്ട ബുൾസൈ ആണ് ഇഷ്ടം. എനിക്ക് പിന്നെ മുട്ടയൊന്നും നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ കഴിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ മുട്ട പൊരിക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. ഈ സമയത്ത് അല്ലൂട്ടി വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, അമ്മ എനിക്ക് മുട്ട ബുൾസൈ അല്ലേ ഇഷ്ടം, അമ്മ എന്തിനാ മുട്ട പൊരിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ചോദിച്ചാലും ആളങ്ങ് കഴിച്ചോളൂ, അവൾക്ക് മുട്ട അത്രയ്ക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്കറിയാം. പിന്നെ അവൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് സൈഡിൽ വന്ന് നിൽക്കുവാണ്. അവളോട് ഞാൻ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. നമ്മളിങ്ങനെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ, ഉള്ളിയൊക്കെ നന്നാക്കി തേങ്ങയൊക്കെ ചിരകി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം എളുപ്പമാണെന്നേ. എല്ലാം പെട്ടെന്ന് നമുക്ക് തീർന്നു കിട്ടും. നമുക്കൊരു ബോറടി തോന്നത്തില്ല. എന്നെപ്പോലുള്ള അടുക്കളയിലെ മടിച്ചുകൾക്ക് ഏറ്റവും നല്ലത് ഇങ്ങനെ പെട്ടെന്ന് ജോലികൾ തീർത്ത് വെക്കുന്നതാണ്. ഫുഡിന് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ വറുത്തതുണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, മുട്ട പൊരിച്ചത്, തൈര്, പിന്നെ വെളുത്തുള്ളി അച്ചാർ കേട്ടോ. എൻ്റെ ഫേവറേറ്റ് വെളുത്തുള്ളി അച്ചാറാണ്. ഞാൻ കൂടുതലും കഴിക്കാറുള്ളത് വെളുത്തുള്ളി അച്ചാറാണ്. ബോഡി ഹീറ്റാണ്, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ. അങ്ങനെ അല്ലൂട്ടിയുടെ കൂടെ കാർട്ടൂൺ കണ്ടുകൊണ്ടാണ് ചോറ് കഴിക്കേണ്ടത്. എല്ലാം ഒരു അമ്മമാരുടെ അച്ഛന്മാരുടെയൊക്കെ ഒരു ഗതികേട്. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. കാർട്ടൂൺ മാറ്റിക്കഴിഞ്ഞാൽ അന്നേരം അവൾ അലാറം പോലെ തുടങ്ങും. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങ് വിട്ടു കൊടുക്കും. എൻ്റെ കൂടെ അവൾ ഫുഡ് കഴിക്കാൻ ഇരുന്നില്ല കേട്ടോ. അപ്പോൾ തന്നെ ടൈം 2 മണി 2:30 ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾ എൻ്റെ കൂടെ ഇരുന്നില്ല. പിന്നെ ഇരിക്കുവാണെന്ന് പറഞ്ഞ് മടി പിടിച്ചിരുന്നു. പിന്നെ കുളിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഫുഡ് കഴിക്കാനിരുന്നത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഇങ്ങനൊരു ഉറക്കം, അതെനിക്കെന്നും ഉള്ളതാണ്. അല്ലൂട്ടിക്ക് ഇങ്ങനെ സ്ഥിരം ഉള്ളതൊന്നും അല്ല. അവൾ മിക്കവാറും TV കണ്ടുകൊണ്ടിരിക്കാറൊക്കെയാണ് പതിവ്. പക്ഷേ ഇന്ന് എന്താണെന്നറിഞ്ഞൂടാ എൻ്റെ കൂടെ വന്ന് കിടന്നു കേട്ടോ. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം 3:30 ആകുമ്പോഴത്തേക്കും അല്ലൂസിന് ട്യൂഷനുണ്ട്. അപ്പം ഞങ്ങൾ ഉറങ്ങിപ്പോയാൽ ട്യൂഷൻ മിസ്സാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. എക്സാം ആയതുകൊണ്ട് ട്യൂഷൻ മിസ്സാക്കാനും പറ്റാത്തതുകൊണ്ട് പിന്നെ ഉറങ്ങാതെ ഞങ്ങൾ കാര്യം പറഞ്ഞ് കിടന്നതേ ഉള്ളൂ കേട്ടോ. ഉറങ്ങിയില്ല. അല്ലൂനാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നേ. അവളെ ഉറക്കത്തിൽ നിന്ന് മാറ്റാനായിട്ട് ഞാൻ എന്തൊക്കെയൊക്കെയോ കഥയൊക്കെ പറഞ്ഞ് കിടക്കുവാണ്. അല്ലെങ്കിൽ അവൾ ഉറങ്ങിപ്പോവും, ട്യൂഷനും നടക്കത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. ഞങ്ങൾ കിടന്നപ്പോൾ തന്നെ 3 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവളെ ഒരു വിധത്തിൽ ഉറക്കാതെ പിടിച്ചിരുത്തി കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ട്യൂഷൻ പോകുമെന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ട്. എനിക്കാണെങ്കിലും അതിനെക്കാട്ടി ഉറക്കം വരുന്നു. ഞാനാണെങ്കിൽ ഒരു ഉറക്കപ്രാന്തിയാണ്. എനിക്കാണെങ്കിലും ഉറക്കം വരുന്നു. ഞാൻ കരുതി അല്ലൂട്ടിയെ വിട്ടിട്ടാണെങ്കിലും കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന് കരുതിയാണ് അങ്ങനെ കുറച്ച് നേരം കിടന്നത്. പക്ഷേ എന്ത് പറയാൻ, എൻ്റെ ഉറക്കവും പിന്നെ നടന്നതും ഒന്നുമില്ല കേട്ടോ. അവളെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയതില്ല. അപ്പോൾ ഞാൻ അല്ലൂട്ടി ട്യൂഷനൊക്കെ ആക്കിയിട്ട് വന്നു. ഇനി കുളിക്കാനുള്ള തയ്യാറാവലാണ്. ഞാൻ കരുതി ഇന്ന് എണ്ണ തേച്ച് കുളിക്കാമെന്ന്. എണ്ണ തേച്ചിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. ഞാനങ്ങനെ എന്നും എണ്ണ തേക്കാറില്ല. അപ്പോൾ ഇന്ന് എണ്ണ തേച്ചിട്ട് കുളിക്കാമെന്ന് വെച്ചു. മുടി കൊഴിയുന്ന കണ്ടോ ഗൈസ്. അപ്പോൾ ഓയിലൊക്കെ തേച്ച് കഴിഞ്ഞു. കുളിച്ച് കഴിഞ്ഞ് വന്ന് നേരത്തെ വിളക്ക് തേച്ച് വെക്കാൻ പോവുകയാണ്. ഞാൻ അങ്ങനെ ദിവസവും വിളക്ക് തേക്കാറില്ല, എങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ തേക്കാറുണ്ട്. പിന്നെ സന്ധ്യ നേരത്ത് ഇങ്ങനെ മുറ്റത്തിറങ്ങി നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കെന്തോ
ഈ ഒരു സന്ധ്യ നേരവും ഈ മുറ്റത്തിറങ്ങി ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേക ഒരു വൈബാണ്. അതൊക്കെ കഴിഞ്ഞ് 6:30 ആയപ്പോഴത്തേക്കിന് ഞാൻ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ വന്ന് ചായ വയ്ക്കാൻ കയറി. ഇത് സ്ഥിരം ഇങ്ങനെ തന്നെയാണ് കേട്ടോ. വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ നേരെ ഞാൻ ചായ വയ്ക്കാൻ കയറും. ചായ വയ്ക്കുമ്പോഴത്തേക്കിനും എനിക്കറിയാം ഞാൻ ചായ വയ്ക്കുന്ന നേരം ആകുമ്പോഴത്തേക്കിനും മനു എത്തും. അപ്പോൾ മനു വരുമ്പോൾ മനുവിന് ചൂടോടെ ചായ കൊടുക്കാമല്ലോ. ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ചായ കുടിക്കാറുള്ളത്. പണ്ടൊക്കെ വൈകുന്നേരം 4 മണി 5 മണിക്കൊക്കെ ആയിരുന്നു ചായ കുടിക്കുന്നതെങ്കിൽ ഇപ്പോൾ മനുവിനെ കാത്ത് ഞാനിരിക്കും. മനു 6:30 7 മണിയായാലും ആ ടൈമിലാണ് ഞങ്ങൾ ചായ കുടിക്കാറുള്ളത്. അങ്ങനെ ദേ മനു വന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരുടെ എന്നും ഇങ്ങനെയാണ്, മുറ്റത്തിരുന്നാണ് സിറ്റ് ഔട്ടിൽ ഇറങ്ങിയിരുന്നിട്ടാണ് ചായ കുടിക്കാറുള്ളത്. പ്രത്യേകിച്ച് ചായക്ക് സ്നാക്സ് ഒന്നും ഇല്ലായിരുന്നു. അതിപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ സ്നാക്സ് ഒന്നും കാണത്തില്ല. അല്ലൂട്ടിയുടെ എന്തെങ്കിലും സ്നാക്സ് കാണും. അത് ഞങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണെങ്കിൽ ഞങ്ങൾ കഴിക്കത്തില്ല. ഇന്നിപ്പോൾ ദേ ഒരു പഴം ഉണ്ടായിരുന്നു. അത് വലിയ പഴം ആയതുകൊണ്ട് ഞങ്ങൾ 2ആയിട്ട് എടുത്താണ് കഴിച്ചത്. പിന്നെ മനു ഓഫീസിലെ കാര്യങ്ങളും ഞാൻ വീട്ടിൽ നടന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നാണ് ഞങ്ങളുടെ ഈ ഒരു ടൈം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ദേ ഇപ്പോൾ സമയം ഒരു 7 7:30 ആയിട്ടുണ്ട്. ലൂട്ടി ഒരു 6:45 ആയപ്പോഴത്തേക്കിനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മനു അവളെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു 6:45 ആയപ്പം. പിന്നെന്താ, മോള് ടി വി ഒക്കെ കണ്ടിരിക്കുന്നു. മനു ഫോണൊക്കെ തോണ്ടിയിരിക്കുന്നു. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങും, അത്രേ ഉള്ളൂ. ഒരു 9 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കിനും ഫുഡ് കഴിക്കും. പക്ഷേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ 11 മണിയൊക്കെ ആവും. ടി വി ഒക്കെ കണ്ടിരുന്ന് ബിഗ് ബോസ് ഒക്കെ കണ്ട് ഉറങ്ങുമ്പോൾ 11 മണിയൊക്കെ ആവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാമെന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.